അങ്ങനെ ഒരു വലിയ യാത്രയ്ക്ക് ശേഷം തിരിച്ച് യാത്ര ആരംഭിക്കാനായിട്ട് തുടങ്ങിയാണ്. മടക്കയാത്ര. ബാങ്കോക്ക് ബസ് ടെർമിനലിൽ നിന്നും ബസ്സിൽ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ട് ലോഞ്ചിൽ കയറി ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. നമുക്ക് പോകാനുള്ള എയർ ഏഷ്യ ഫ്ലൈറ്റ് വന്ന് കിടപ്പുണ്ട്. അതുപോലെ കുറേയേറെ എയർ ഏഷ്യ ഫ്ലൈറ്റുകൾ അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും പോകുന്നുണ്ട്. ഏതായാലും ഇത് എയർപോർട്ട് ലോഞ്ചിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ്. താമസിക്കാതെ തന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ചെക്ക് ഇൻ നടപടികളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിനുള്ളിൽ കയറി അവിടെയുള്ള ക്യാബിൻ ക്രൂ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം പതിയെ നമ്മൾ യാത്ര പുറപ്പെടാനായിട്ട് ഫ്ലൈറ്റ് എടുക്കാനായിട്ട് തുടങ്ങി. കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഫ്ലൈറ്റൊക്കെ എടുത്തത്. ഏതായാലും ചേട്ടൻ കുറേ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. ഇതുവരെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഇൻഡിഗോ ആയിരുന്നു. ഇൻഡിഗോക്കാലൊക്കെ വെച്ച് നോക്കുമ്പോൾ എയർ ഏഷ്യ വളരെ ഇച്ചിരിയുടെ നീറ്റ് ആൻഡ് ക്ലീനാണ്, അല്ലെങ്കിൽ ഇച്ചിരിയുടെ പ്രീമിയം ആണെന്ന് പറയാൻ പറ്റും. ഏതായാലും ഫ്ലൈറ്റ് പൊങ്ങി. ഏതൊരു യാത്രയ്ക്ക് പോയാലും പോകുമ്പോഴാണെങ്കിലും വരുമ്പോഴാണെങ്കിലും ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴും താഴുമ്പോഴും നമ്മളിങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കാറുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ ബാങ്കോക്ക് പട്ടണം നമുക്ക് പുറകിലേക്ക് പോവുകയാണ്. ഇനി എന്തെങ്കിലും വരുമോ എന്നറിയത്തില്ല, ചിലപ്പോൾ വരുമായിരിക്കും. ഏതായാലും അങ്ങനെ യാത്ര പുറപ്പെടുകയാണ്. രാത്രിയിലാണ് ഈ തായ്ലാൻഡ്, ബാങ്കോക്ക്, പട്ടായ ഒക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും ലൈറ്റാണ്. ഏകദേശം 2:30 മണിയോടുകൂടിയാണ് നമ്മൾ രാത്രി 2:30 മണിയോടുകൂടിയാണ് തിരിച്ച് യാത്ര പോകുന്നത്. ആ സമയത്തും ഇത്രയും ലൈറ്റോട് കൂടി ഇരിക്കണമെങ്കിൽ അത്ര ആക്റ്റീവാണ് രാത്രി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏതായാലും നേർരേഖ പോലെ വരച്ച വര പോലെ റോഡുകളൊക്കെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ഇച്ചിരിയുടെ ഭംഗിയായിട്ട് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏതായാലും ഇങ്ങനെ യാത്ര പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ പുതിയ അറിവുകൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തും എന്നതിന് യാതൊരു തർക്കവുമില്ല. നോക്കിക്കുക എത്ര ഭംഗിയായിട്ടാണ് റോഡുകളൊക്കെ കിടക്കുന്നതെന്ന്. നിരവധി വാഹനങ്ങൾ അതിലെ യാത്ര ചെയ്യുന്നത് നമുക്ക് ആകാശത്തു നിന്ന് കാണാനായിട്ട് പറ്റും. അങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മടുപ്പില്ലാത്ത കാര്യമായി യാത്ര നമ്മളെ വീണ്ടും വീണ്ടും യാത്ര പോകാനായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആ യാത്രയുടെ അവസാനം നമ്മൾ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാനായിട്ട് പോവുകയാണ്. ഉറക്കത്തിലേക്ക് അറിഞ്ഞുകൊണ്ട് വഴുതി വീഴുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് നോക്കി നിന്നു. ഇനിയെന്ന് വരുമെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അടിപൊളിയാണ്. കൂടുതൽ വീഡിയോയ്ക്ക് ചാനലിലേക്ക് കയറിക്കോ.